നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പഴഞ്ഞി അരുവായിൽ കുടുംബത്തിൽ കൂട്ടാത്മഹത്യാശ്രമം. അച്ഛനും മകളും മരിച്ചു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുവായി പത്തങ്ങാടി റോഡ് മടിക്കനായിക്കൽ 51 വയസ്സുള്ള സിബി, മകൾ 19 വയസ്സുള്ള അലീന എന്നിവരാണ് മരിച്ചത്. സിബിയുടെ ഭാര്യയും 41 വയസ്സുള്ള ബീന, മകൻ 22 വയസ്സുള്ള ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സിബി ഖത്തറിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാവിലെയാണ് എത്തിയത്. ഡിസൈനറായിരുന്ന സിബിയുടെ ജോലി നഷ്ടപ്പെട്ടതും ഇത് സംബന്ധിച്ച മനോവിഷമവും സാമ്പത്തിക ബാധ്യതയുമാണ് കുടുംബത്തെ ഈ കടും കൈക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് കാണിച്ച് കുറിപ്പും ഇവർ എഴുതിവച്ചിട്ടുണ്ട്. 4 പേരും വിഷം കഴിച്ചിരുന്നു. രാവിലെയോടെ ഇവരുടെ മകൻ പോലീസിനെ തങ്ങൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന വിവരം അറിയിച്ചു. പോലീസ് അടുത്ത വീട്ടുകാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമ്പോഴേക്കും 2 പേർ മരിച്ചിരുന്നു. അലീന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ആദിത്യനെ ഇന്ന് ബിടെക് കോഴ്സിന് ചേർക്കാനിരിക്കുകയായിരുന്നു. സിബി വിഷം കഴിച്ച ശേഷം കിണറ്റിൽ ചാടുകയും ചെയ്തു. അലീന തൂങ്ങിയ നിലയിലായിരുന്നു. രാവിലെ 6 മണിയോടെ സമീപവാസികളാണ് ദുരന്തം ആദ്യം അറിഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ, കുന്നംകുളം പോലീസ്, ഫയർഫോഴ്സ്, നന്മ ആംബുലൻസ് സംഘം തുടങ്ങിയവർ സ്ഥലത്തെത്തി രക്ഷാനടപടികൾക്ക് നേതൃത്വം നൽകി. വരവൂർ തളി പിലാക്കാട് കുളത്തിൽ വീണ് പെൺകുട്ടി മരിച്ചു. 2 പേരെ രക്ഷപ്പെടുത്തി. ദേശമംഗലം വരവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസർ മകൾ 19 വയസ്സുള്ള ഹസ്നയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6:30 സംഭവം. തളിയിലെ ബന്ധുവായ തറയിൽ ഹൈദ്രോസിന്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു ഹസ്ന. കുടുംബത്തിലെ മറ്റ് 2 കുട്ടികളുടെ കൂടെ സമീപമുള്ള നെൽവയലിനോട് ചേർന്ന് കിടക്കുന്ന കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഹസ്ന. വെള്ളത്തിൽ താഴ്ന്നുപോയി. മറ്റ് 2 കുട്ടികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി നടത്തിയ തിരച്ചിലിൽ രാത്രി 8:30 മൃതദേഹം കണ്ടെത്തിയത്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ KS റഹ്മത്ത്, വില്ലേജ് ഓഫീസർ എന്നിവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ അടക്കമുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. ചാവക്കാട് ബ്ലാങ്ങാട് കവർച്ച. 5.5 പവൻ ആഭരണങ്ങളും പണവും കവർന്നു. ബ്ലാങ്ങാട് ജുമാഅത്ത് പള്ളിക്കടുത്ത് പള്ളത്ത് മനക്കൽ അബ്ദുൾ കരീമിന്റെ വീട്ടിലാണ് കവർച്ച. പോലീസ് അന്വേഷണം തുടങ്ങി. ഞായറാഴ്ച വൈകിട്ടോടെയാണ് കവർച്ച നടത്തിയത്. വീട്ടുകാർ പുറത്തുപോയ സമയത്ത് വീട് കുത്തിത്തുറന്നായിരുന്നു മോഷണം. 5.5 പവൻ ആഭരണങ്ങളും പണവുമാണ് പ്രാഥമികമായി നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെ അബ്ദുൾ ഖരീമും ഭാര്യയും മരുമകളും തൃശൂരിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. രാത്രി 9 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണവിവരം അറിയുന്നത്. വീടിന്റെ മുകളിലത്തെ നിലയിലെ ഗ്രിൽ പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാക്കൾ വാതിൽ തകർത്താണ് താഴത്തെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവും കവർന്നത്. മുകളിലത്തെ മുറികളിലെ അലമാരകളും മറ്റ് സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലാണ്. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തും. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളും പരിശോധിക്കുന്നുണ്ട്. എരുമപ്പെട്ടി സെന്റ് മേരീസ് ആശുപത്രിക്ക് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. നെല്ലുവായി പടിഞ്ഞാറൻ തീയത്ത് വീട്ടിൽ സബിത, ബൈക്ക് യാത്രക്കാരനായ മുള്ളൂർക്കര കുറുവാൻ വീട്ടിൽ ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റോഡ് പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ ദുരിതത്തിൽ. പ്രദേശവാസികളായ 2 വ്യക്തികൾ സ്ഥിരമായി തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് ശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നതായി നാട്ടുകാരുടെ ആരോപണം. 30ഓളം തെരുവുനായ്ക്കളാണ് ഈ പ്രദേശത്ത് കൂട്ടമായി വിഹരിക്കുന്നത്. ഇതോടെ പുലർച്ചെ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരും സ്കൂൾ കുട്ടികളുമടക്കം വലിയൊരു വിഭാഗം ജനങ്ങൾ ഭീതിയിലാണ്. നായ്ക്കൾക്ക് തെരുവിൽ ഭക്ഷണം നൽകുന്നതിനെതിരെ കോടതി വിധി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇത് ലംഘിച്ച് ഭക്ഷണം നൽകുന്നത് തുടരുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഭക്ഷണത്തിനായി നായ്ക്കൾ കൂട്ടമായി തമ്പടിക്കുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏറെ നാളായി തുടരുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭയിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടികളൊന്നുമായില്ലെന്നാണ് ആക്ഷേപം. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും റോഡിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 1-2 പേര് സ്ഥിരമായിട്ട് ഈ റോഡിന്റെ സൈഡിൽ കോടതി വിധി ഉള്ളപ്പോൾ തന്നെ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നുള്ള വിധി ഉള്ളപ്പോൾ തന്നെ 1-2 പേര് സ്ഥിരമായിട്ട് ഈ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ട് അവരവിടെ ക്യാമ്പ് ചെയ്യാണ്. നായ്ക്കള് വഴി നട എത്രയോ വൃദ്ധരായ സ്ത്രീകൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴും പിന്നെ കുട്ടികൾ പോകുമ്പോഴും അവരെ ആക്രമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഞങ്ങളൊരു 13 വീട്ടുകാർ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്.
ദിനംപ്രതി നൂറുകണക്കിന് ഭക്തർ എത്തുന്ന ഗുരുവായൂരിലെ പ്രധാന പാതകളിലൊന്നായ ചാമുണ്ടേശ്വരി റോഡിൽ അടിയന്തരമായി തെരുവുനായ ശല്യം പരിഹരിക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വരും ദിവസങ്ങളിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. വേലൂരിൽ വീടുകളിൽ മോഷണങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തയ്യൂർ അമ്പക്കാട്ട് ശിവരാമന്റെ മോട്ടോർ പമ്പ് സെറ്റ് മോഷ്ടിച്ചു. വീടിനോട് ചേർന്നുള്ള തെങ്ങിൻ പറമ്പിൽ കൃഷിക്കാവശ്യമായ വെള്ളം പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്നതിനു വേണ്ടി മോട്ടോർ പുരയിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോറാണ് മോഷ്ടിച്ചത്. വാതിലിന്റെ പൂട്ട് തകർത്തായിരുന്നു മോഷണം. വേലൂർ പഞ്ചായത്തിൽ വീടുകളിൽ നിന്ന് മോട്ടോറുകളും വലിയ ചെമ്പ് പാത്രങ്ങളും റബ്ബർ ഷീറ്റുകളും മോഷണം പോകുന്നത് പതിവായിരിക്കുകയാണ്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കൊരട്ടിക്കര മാർ കുറിലോസ് ദേവാലയത്തിൽ സഭാസ്ഥാപക പിതാവായ കാട്ടുമങ്ങാട്ട് പരിശുദ്ധ അബ്രഹാം മാർ കുറിലോസ് വലിയ ബാവയുടെ 224ാമത് ഓർമ്മ പെരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരം, ധൂപപ്രാർത്ഥന, തുടർന്ന് നേർച്ച വിതരണവും ഉണ്ടായി. ഞായറാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിന് ശേഷം വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ്, ധൂപപ്രാർത്ഥനയും പൊതുസദ്യയും നടന്നു. സഭാ വൈദിക ട്രസ്റ്റിയും ഇടവക വികാരിയുമായ ഫാദർ തോമസ് കുര്യൻ ഓർമ്മ പെരുന്നാൾ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വർഗീസ് വാഴപ്പള്ളി, ഫാദർ മൈക്കിൾ ഗീവർഗീസ്, ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പള്ളി എന്നിവർ പ്രദക്ഷിണത്തിൽ സംബന്ധിച്ചു. ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ തോമസ് കുര്യൻ, സെക്രട്ടറി തോമസ് പി എസ്, ട്രഷറർ പ്രിൻസൺ കെ സി എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വേലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടത്തി. ഗ്രാമകം കൾച്ചറൽ അക്കാദമി ഹാളിൽ നടന്ന സമ്മേളനം വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് തെക്കേത്തല ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി ജി ശർമ്മ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ സുകുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗം പി ടി ഡേവിഡ്, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഇ കെ കുമാരൻ, പ്രസിഡന്റ് കെ ജി സുഭാഷ്, CPM വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ അബ്ദുൽ ബേബി, യൂണിറ്റ് സെക്രട്ടറി ടി ഡി ദയൻ, കെ വി ജോൺസൺ, പി വി ബാബുരാജ് എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഇ കെ കുമാരൻ നിർവഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പി ജി ശർമ്മ, സെക്രട്ടറി ടി ഡി ദയൻ, ഗജാൻജി കെ വി ജോൺസൺ എന്നിവരെ തെരഞ്ഞെടുത്തു. സംയുക്ത ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലിത്തയുടെ 117ാമത് ഓർമ്മ പെരുന്നാളും മോറോൻമാർ വസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ 5ാം ഓർമ്മ പെരുന്നാളിനുമാണ് കുന്നംകുളം ഭദ്രാസന അരമന ചാപ്പലിൽ കൊടിയേറിയത്. ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് കൊടിയേറ്റം നിർവഹിച്ചു. ജോയിന്റ് ജനറൽ കൺവീനർ പി യു ഷാജൻ, പബ്ലിസിറ്റി കൺവീനർ എഡ്വി സഖറിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. 19ാം തീയതി വൈശ്ശേരി പള്ളിയിൽ നിന്നും വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന അനുസ്മരണ പദയാത്ര ഭദ്രാസന ദേവാലയത്തിലെത്തും. തുടർന്ന് സന്ധ്യാ നമസ്കാരവും അനുസ്മരണ സമ്മേളനവും നടക്കും. ശേഷം സ്നേഹവിരുന്നും ഉണ്ടാകും. 20ാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ കുർബാന, മ്യൂസിയം ഉദ്ഘാടനം, പ്രദക്ഷിണം, നേർച്ചവിളമ്പൽ, 8 വീടുകളുടെ താക്കോൽദാനം എന്നിവയും നടക്കും. പരിശുദ്ധ കാതോലിക്ക ബാവ, മോറോൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ, കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, വൈദികർ, വിവിധ കമ്മിറ്റികളും നേതൃത്വം നൽകും. കലമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 21ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വർഗീസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ പതാക ഉയർത്തി. നവീകരിച്ച ഓഫീസ് മുഖമണ്ഡപത്തിന്റെ ഉദ്ഘാടനവും ശിലാഫലകം അനാച്ഛാദനവും വി കെ രാജൻ നിർവഹിച്ചു. കുടുംബസംഗമം സീനിയർ അംഗം വി എം കൊച്ചു നിലവിളക്കിൽ തിരിതെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. SSLC, +2 ഡിഗ്രി, PG, പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിശിഷ്ട വ്യക്തികളെയും വിവാഹ ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കിയവരെയും 60, 70, 80 വയസ്സ് പിന്നിട്ട അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. സൈമൺ വൈദ്യർ, സാറാമ സൈമൺ സ്മാരക എൻഡോമെന്റ് അവാർഡുകൾ വിതരണം ചെയ്തു. കുടുംബജീവിതം എന്ന വിഷയത്തിൽ PC തോംസൺ മാസ്റ്റർ ക്ലാസ് നയിച്ചു. വാർഷികത്തിനെത്തിയ ഭാഗ്യശാലികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ചടങ്ങിൽ പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. വൈദികരായ ഫാദർ വർഗീസ് വാഴപ്പള്ളി, അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, അഫ്രൈം അന്തിക്കാട് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെക്രട്ടറി സിജു ചുമാർ, ട്രഷറർ ബിജു താരുക്കുട്ടി, റിലീഫ് കൺവീനർ ജോസ് വൈദ്യർ, വൈസ് പ്രസിഡന്റ് IG പുലിക്കോടൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, സെക്രട്ടറി സിജു ചുമാർ, ട്രഷറർ ബിജു താരുക്കുട്ടി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എഴുത്തുകാരൻ ഫൈസൽ മന്നലാംകുന്നിന്റെ ചെറൂക്ക് എന്ന കഥാസമാഹാരത്തിന്റെ കവർ പ്രകാശനം സോഷ്യൽ മീഡിയ വഴി നിർവഹിച്ചു. മലയാള സാഹിത്യരംഗത്തെ പ്രമുഖരായ PK പാറക്കടവ്, സൈനുദ്ദീൻ പുന്നേർക്കുളം, അക്ബർ അണ്ടത്തോട്, മനോജ് കുമാർ മുംബൈ, സാക്കിർ സോക്കി, ദിനേശ് ചൊവ്വാൺ, കയ്യുമ്മു കോട്ടപ്പടി തുടങ്ങിയവർ പങ്കെടുത്തു. ചരമം.
പുനർകുളം ചെറായി വെളുത്തുശ്ശേരി നുണ്ണങ്ങാട്ട് കേശവ മേനോൻ നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പള്ളിപ്പുറം പള്ളിയാൽ കളത്തിൽ രത്നം ഭാര്യയാണ്. രാധിക മേനോൻ, ലക്ഷ്മി മേനോൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം കോട്ടയിൽ റോഡിൽ കൊള്ളന്നൂർ വറദപ്പൻ ഭാര്യ സെലീന നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. കിഷോർ, ലീന, സീന എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.